2006 മുതലപ്പൊഴി ഹാർബർ പൂർത്തീകരിച്ചത്. മത്സ്യത്തൊഴിലാളികൾക്ക് മൺസൂൺ സമയങ്ങളിൽ സുഗമമായി മത്സ്യബന്ധനം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ഹാർബർ ഉണ്ടാക്കിയത്. അശാസ്ത്രീയമായി പുലിമുട്ടുണ്ടാക്കിയതിന് ശേഷം 800-ലധികം അപകടങ്ങൾ ഉണ്ടാവുകയും 700-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 76ഓളം മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തു. മുതലപ്പൊഴിയുടെ അശാസ്ത്രീയത പരിഹരിക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ ഇതുവരെ നടപടികൾ പൂർത്തിയായിട്ടില്ല. പുലിമുട്ടുകളുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് കേന്ദ്ര ഏജൻസികളുടെ വിവരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പഠന റിപ്പോർട്ട് പ്രകാരം ശാസ്ത്രീയമായ പരിഹാരമുണ്ടാക്കുക എന്നത് ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്. സാധാരണയായി മറ്റു ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നഷ്ടപരിഹാരം നൽകുന്നത് പോലെ മുതലപ്പൊഴിയിലുണ്ടായ ദുരന്തത്തിൽപ്പെട്ടവർക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാനും സർക്കാർ തയ്യാറായിട്ടില്ല. മറ്റു ദുരന്തങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നത് പോലെ മുതലപ്പൊഴിയിൽ ജീവൻ നഷ്ടമാകുന്നവർക്ക് നഷ്ടപരിഹാര തുക, വീടില്ലാത്തവർക്ക് വീട്, ആശ്രിതർക്ക് ജോലി, വായ്പാ കുടിശ്ശിക എഴുതിത്തള്ളുക മുതലായ ആവശ്യങ്ങൾ നടപ്പിലാക്കേണ്ടതാണ്. കഴിഞ്ഞ ജൂലൈ 9 മുതലപ്പൊഴിയിൽ 4 പേരുടെ ജീവനെടുത്ത അപകടത്തിന് ശേഷം സംസ്ഥാന സർക്കാർ ജൂലൈ 31 താഴെ പറയുന്ന 7 പരിഹാര നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു. അവയൊന്നും ഇതുവരെയും നടപ്പിലാക്കിയില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ജൂൺ 20 രാവിലെ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. മുതലപ്പൊഴിയിൽ നിന്ന് പാറയും മണലും നീക്കം ചെയ്യുന്ന പ്രവൃത്തി തുടങ്ങും എന്നാണ് പറഞ്ഞിരുന്നത്. അത് തുടങ്ങിയില്ല. സാൻഡ് ബൈപാസിംഗ് പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടങ്ങാനും ലോറിയിൽ മണൽ കൊണ്ടുപോകാനും തീരുമാനമായിരുന്നു. അതും നടന്നിട്ടില്ല. 6 ഹൈമാസ്റ്റ് വിളക്കുകൾ ഒരാഴ്ചക്കകം സ്ഥാപിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. മുതലപ്പൊഴിയിൽ സുരക്ഷ മുൻനിർത്തി മുങ്ങൽ വിദഗ്ധരിലെ 22 പേരെ കൂടി അധികമായി നിയമിക്കുമെന്ന് പറഞ്ഞിരുന്നു. 3 ഷിഫ്റ്റുകളിലായി 24 മണിക്കൂറും സുരക്ഷാ ജീവനക്കാർ ജോലി ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി 3 സ്പീഡ് ബോട്ടുകൾ ഉണ്ടാകും. അതും പറഞ്ഞിരുന്നതാണ്. മുതലപ്പൊഴിയിൽ അപകടം ഒഴിവാക്കാൻ റിമോട്ട് കൺട്രോൾ ബോയ സ്ഥാപിക്കും എന്നും പറഞ്ഞിരുന്നു. ഇവയൊന്നും സ്ഥാപിച്ചിട്ടില്ല എന്ന് ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കാനാണ് ഈ സമരം.